നിങ്ങൾക്കെൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനൽ MN4 Tech നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. ഞാനിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സിമൻറ്റ് കൊണ്ട് നിർമ്മിച്ച, കണ്ടാൽ ഫൈബറാണെന്ന് തോന്നിക്കുന്ന ഒരു ഫിഷ് ടാങ്കാണ് മനസ്സിൽ ഉദ്ദേശിച്ചത്. ഫിഷ് വേണമെങ്കിൽ ഫിഷ് വളർത്താം, അല്ലെങ്കിൽ ചെടി വേണമെങ്കിൽ ചെടി വയ്ക്കാം. എന്തായാലും കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഫൈബറാണെന്ന് തോന്നിക്കുന്ന ഒരു ചെടിച്ചട്ടി അല്ലെങ്കിൽ ഫിഷ് ടാങ്ക്. ഇതിന് ചിലവ് വരുന്നത് 150 രൂപയാണ് ചിലവ് വരുന്നത്. ഇതുണ്ടാക്കാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു പഴയ കോട്ടൺ തുണി, പിന്നെ 5 കിലോ സിമെൻറ്റ്, ഒരു ചട്ടി മണൽ, പിന്നെ ഒരു 100 മില്ലി പെയിൻറ്റ്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ ഞാനിതിൽ മീൻ വളർത്താൻ ഉള്ള ഒരു ഐഡിയയിലാണ് ഉണ്ടാക്കിയതെങ്കിലും ഞാനൊരു ചെടിയാണ് നട്ടിരിക്കുന്നത്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യമായി നമുക്ക് ഒരു കോട്ടൺ തുണി എടുക്കാം. ഇതുപോലെ റൗണ്ടാക്കി മുറിക്കുക, ഒരു 30 ഇഞ്ച് അകലത്തിൽ. പിന്നീട് ആ തുണി 4ആയി മടക്കുക. 4ആയി മടക്കുമ്പോൾ 8 ഭാഗങ്ങളുണ്ടാവും. 8 ഭാഗങ്ങളിലും ഓരോ മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രൗട്ട് കലക്കുകയാണ്. ഒരു 2 കിലോ സിമെൻറ്റ് ഉപയോഗിച്ച് ഇത്തിരി വെള്ളം ചേർത്ത് ഗ്രൗട്ട് ഈ പരുവത്തിൽ കലക്കുക. ശേഷം തുണി നന്നായിട്ട് അതിൽ മുക്കിയെടുക്കുക, നല്ല രീതിയിൽ മുക്കിയെടുക്കുക. തുണി നന്നായി മുക്കിയതിന് ശേഷം ഒരു പരന്ന നിലത്ത്, നല്ല ഒപ്പമുള്ള നിലത്ത് വിരിക്കുക. ശേഷം ആ 8 ദിക്കിലായിട്ട് നമുക്ക് ഓരോ ചരടുകൾ കെട്ടുക. ചരട് കെട്ടിയതിന് ശേഷം ഒരു ബക്കറ്റ് അടിയിൽ വയ്ക്കുക. പിന്നെ ചരട് കൃത്യം നടുവിലായിട്ട് വെക്കണം ബക്കറ്റ്. പിന്നെ ആ ചരട് കുറച്ച് കല്ലിൻ്റെ കഷ്ണങ്ങളോ കട്ട കഷ്ണങ്ങളോ എന്തെങ്കിലും എടുത്തിട്ട് 8 ഭാഗങ്ങളിലായിട്ട് കെട്ടുക, വീഡിയോയിൽ കാണുന്ന പോലെ. ശേഷം ബാക്കി വരുന്ന ഗ്രൗട്ട്, നേരത്തെ തുണി മുക്കിയതിൻ്റെ ബാക്കി ഗ്രൗട്ട് അതിൻ്റെ മുകളിൽ ഒരു ബ്രഷ് വെച്ച് അടിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ബാക്കിയുള്ളത് മുഴുവനും. ഇപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സെക്ഷൻ പണി പൂർത്തിയായിരിക്കുന്നു. ഇനി ഒരു 24 മണിക്കൂറിന് ശേഷം നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് പരിക്കൻ തേച്ച് കൊടുക്കണം. അതിനായിട്ട് ഒരു ചട്ടി മണലും 2 കിലോ സിമൻറ്റും ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് നല്ല ലൂസിന് അതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുക. വളരെ സാവകാശത്തിൽ പതുക്കെ ചെയ്യണം. പിന്നീട് ഒരു 2 ദിവസം നമുക്കിതിനെ ഉണങ്ങാൻ വയ്ക്കണം. 2 ദിവസത്തിന് ശേഷം മാത്രമേ നമുക്കിത് അടുത്ത പണിക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ചരട് കെട്ടിയതൊക്കെ അഴിച്ച് മാറ്റുക. ശേഷം 2 പേര് അപ്പുറത്ത് നിന്നിട്ട് തിരിച്ച് വയ്ക്കുക. ബക്കറ്റ് എടുത്ത് മാറ്റുക. ശേഷം കുറച്ച് കട്ടി ഗ്രൗട്ട് സിമൻറ്റ് കുഴച്ചത് കുറച്ച് കട്ടിക്ക് എടുത്തിട്ട് നന്നായിട്ട് അരികിലും മൂലയിലൊക്കെ നന്നായിട്ട് വിരലുകൊണ്ട് നന്നായിട്ട് വെച്ച് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ആ ഗ്രൗട്ടിൻ്റെ വെള്ളം തന്നെ ഉപയോഗിച്ച് ബ്രഷ് മുക്കി നന്നായി നമ്മൾ നേരത്തെ ഗ്രൗട്ട് തേച്ച ഭാഗങ്ങളിൽ നന്നായി ബ്രഷ് ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പം ആ വരകളും കുത്തുകളൊക്കെ അങ്ങോട്ട് പോകും. അതിന് വേണ്ടിയാണ് ഇങ്ങനെ അടിക്കുന്നത്. ശേഷം നമുക്ക് ഉൾഭാഗത്ത് ബാക്കി വരുന്ന ഗ്രൗട്ട് സിമൻറ്റ് കുഴച്ചത് കട്ടിക്ക് നന്നായി അടിച്ചു കൊടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ. ശേഷം ഒരു 2 ദിവസം നന്നായിട്ട് വെള്ളം നനച്ചു കൊടുക്കുക സെറ്റാകാൻ വേണ്ടി. ഇനി അടുത്തത് പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിങ് 100 മില്ലി പെയിൻറ്റ്, ഇത് 200 മില്ലി പെയിൻ്റ് ഉണ്ട്. അതിൻ്റെ പകുതി മതിയാവും. കുറച്ച് ടർപ്പൻ്റോ തിന്നറോ ഉപയോഗിച്ച് ലൂസാക്കിയതിന് ശേഷം നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക, അകത്തും പുറത്തും. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനം റെഡി ആയിരിക്കുന്നു. ഒരാൾക്ക് വളരെ ഈസിയായി എടുക്കാൻ പറ്റുന്ന തരത്തിലാണ് അതിൻ്റെ ഭാരമുള്ളത്. ഇനി ഞാനതിൽ ഒരു ചെടി നടാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി.